നമുക്ക് മറ്റൊരു അതിഥിയിലേക്ക് പോകാം. നാട്ടിലെ താരമാണിപ്പോൾ ഉമ്മുമ്മ സുഹ്റ. കിണറ്റിൽ വീണ കൊച്ചുമകനെ കിണറ്റിൽ ചാടി ഇറങ്ങി രക്ഷപ്പെടുത്തിയ ഒരു ഉമ്മുമ്മയാണ്. തൃശൂർ വടക്കേക്കാടാണ് ഈ സംഭവം നടന്നത്. നാടിന്റെ അഭിനന്ദനങ്ങൾക്കൊപ്പം നിരവധി പേരുകളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉമ്മുമ്മയ്ക്ക് മിന്നൽ മുത്തശ്ശി, സൂപ്പർ സുഹ്റ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകളും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഉമ്മുമ്മയെ നമുക്ക് പറയാം ഉമ്മുമ്മ വൈബ് എന്ന് പറയാം. ഇപ്പൊ തന്ത വൈബ് തള്ള വൈബ് ഒക്കെ ചർച്ചയായതുകൊണ്ട് ഇതൊരു ഉമ്മുമ്മ വൈബാണെന്ന് പറയാം. സ്നേഹത്തിൽ പൊതിഞ്ഞ വൈബുമായി ഉമ്മുമ്മ സുഹ്റ ചേരുകയാണ് തത്സമയം നമുക്കൊപ്പം പേരക്കുട്ടി മുഹമ്മദ് ഹൈസിനെയും പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഗതം ഉമ്മുമ്മ. ഹൈസിൻ എവിടെ? അതാ വിളിക്കണ്ട്. ഇതുപോലെ അവനൊരു ആവശ്യം വന്നപ്പോ ഓടി ഒന്നും നോക്കാതെ എങ്ങനെ ഈ കിണറ്റിലോട്ട് എടുത്ത് ചാടാൻ തോന്നിയത്? പേരക്കുട്ടി വന്നിട്ട് പറഞ്ഞ് ഉമ്മമ്മ കിണറ്റി പോയി. കിണറ്റി ചോദിച്ചു. ഞാൻ ചായക്ക് വെള്ളം വെക്കണ പാത്രം അടുത്തിട്ട് ഞാൻ ഓടി. എന്നാലും അത്രയും ആഴമുള്ള കിണറല്ലേ? ഒന്നും ചിന്തിച്ച് നിന്നില്ലേ അപ്പം? ഇല്ല, ഞാൻ കാല് കണ്ടപ്പോ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ, അപ്പൊ വേഗം ഇറങ്ങി. എത്ര അടി താഴെയുള്ള കിണറാണ്? 14 കോല്. 14 കോല് താഴെയുള്ള നല്ല വലിയ അത്യാവശ്യം വലിയ കിണറാണ്. അതില് എങ്ങനെ പിടിച്ചിറങ്ങിയതപ്പോ? മോട്ടറിന്റെ പൈപ്പ് കെട്ടിയ കയറുണ്ടല്ലോ, പ്ലാസ്റ്റിക് കയറ്, തൂങ്ങി. അപ്പൊ കയ്യിനായി. അതൊന്നും അപ്പൊ നോക്കണില്ല. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരാൾ മടിയിലിരിക്കുന്നുണ്ടോ? പ്രേക്ഷകർക്കായി പറയാണ്, ഈ ഹൈസിൻ എന്ന് പറയുന്ന ഈ 4.5 വയസ്സ്, എത്ര മോന് 4.5 വയസ്സല്ലേ? 4.5 വയസ്സുകാരൻ നെല്ലിക്ക പറിക്കാൻ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് കിണറിന്റെ മേളിൽ കയറിയപ്പോഴാണ് താഴെ പോയത്. അപ്പൊ പെട്ടെന്ന് ഇത് ഉമ്മുമ്മയോട് പറഞ്ഞപ്പോ ഉമ്മുമ്മ ഒന്നും നോക്കിയില്ല, എടുത്ത് കിണറിലേക്ക് ചാടി ഇറങ്ങി മോനെ രക്ഷിച്ചു എന്നുള്ളതാണ് കഥ. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും നോക്കിയില്ലെന്ന് പറഞ്ഞാലും ആരായാലും സ്വന്തം ജീവന് വലിയ വില കൊടുക്കുന്നവരാണ്. പക്ഷെ ഈ ഉമ്മുമ്മ അവിടെ മിന്നൽ ഉമ്മുമ്മയൊക്കെ ആയിട്ടുണ്ടല്ലോ. എന്താണ് നാട്ടുകാരുടെ ഒരു സ്നേഹമൊക്കെ എങ്ങനെയാ ഇപ്പോ? കോളികളുടെ മേളമാണോ ഇപ്പോ? താരമായി അവിടുത്തെ? ആണോ? വരാത്തവരൊക്കെ ഇപ്പൊ വന്ന് കണ്ടു തുടങ്ങിയോ? ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണല്ലേ? നാട്ടിൽ നിന്ന് കുറെ ആദരവൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ. ആഹാ. പിന്നെ അപ്പൊ ഞാൻ ചോദിക്കുന്നതേ, നീന്തൽ അറിയായിരുന്നോ ഉമ്മുമ്മയ്ക്ക്? അറിയാം. ചെറുതിലേ തൊട്ട് പഠിച്ചിട്ടുണ്ടോ? വലിയ കുളമുണ്ട് ഞങ്ങള് ചെറുപ്പം മുതലേ നീന്തലാണ്. ഞാൻ എല്ലാവർക്കും നീന്തൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആഹാ. നമ്മുടെ ചെറിയ മോൻ അറിയായിരുന്നോ? ഹൈസിന് അറിയായിരുന്നോ നീന്തല്? നീന്തും. ആഹാ. അത് ഉപയോഗപ്പെടുത്തിയിരുന്നോ? അറിയാവുന്ന കുറച്ചവൻ നീന്തിയോ? കുറച്ച് ഒന്ന് നീന്തിന്ന് മറ്റോൻ പറഞ്ഞു. ബാരിഷ്. അപ്പൊ അവര് നോക്കി നിന്നിട്ടാണ് ഓടി വന്ന് പറഞ്ഞതല്ലേ? താന്ന് പോകുന്നത് കണ്ടപ്പോഴാണ് അവര് വന്ന് പറഞ്ഞിട്ടുള്ളത്. ഓ, ശരി ശരി ശരി. എന്നാലും അപ്പോഴാരെയും ഫോൺ വിളിക്കാനൊന്നും തോന്നിയില്ല? കയ്യിലിരുന്ന പാത്രമൊക്കെ ഇട്ട് എറിഞ്ഞ് ഓടിപ്പോന്നു? ഓടിപ്പോയി. അപ്പൊ എന്റെ വീട്ടിലൊരു തുടക്കുണ്ടായിരുന്നു. അപ്പൊ അതിനോട് താത്താ ചാടല്ലേ. ഞാൻ ചാടില്ല, ഞാൻ മെല്ലെ മെല്ലെ ഇറങ്ങോളൂ, ഞാൻ ചാടിയ കുട്ടി താന്നു പോകും പറഞ്ഞു ഞാൻ. അങ്ങനത്തെ ഒരു കരുതലും കൂടെ ഉണ്ടായി. എടുത്ത് ചാടിയില്ല. ഹലോ ഫൈസിൻ, ഫൈസിന് കേൾക്കാമോ? ഹൈസിൻ എന്താ വീട്ടിലെന്താ വിളിക്കുക പേര്? ഹൈസിൻ തന്നെയാ വിളിക്കുക? ചോറ് കഴിച്ചോ? ചോറ് ഉണ്ടോ? അതെന്താണ് ചോറുണ്ണാത്ത? ഇന്നെന്താ സ്കൂളിൽ പോവാത്തെ? വിടുന്നില്ലേ? എങ്ങനെ ഇത് കിണറ്റിൽ പോയത്? എങ്ങനെയാ കിണറിലോട്ട് എങ്ങനെ വീണത്? പറയൂ, കേക്കട്ടെ. എങ്ങനെയാ വീണെന്ന് പറയൂ. ദേ കൊറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. പറയൂ, എങ്ങനെയാ വീണത് കിണറ്റിലോട്ട്? വീണിട്ട് ആരാ രക്ഷിച്ചേ? ആരാ? മൂത്തമ്മ. മൂത്തമ്മ അവിടെ ഇല്ലായിരുന്നേ എന്ത് ചെയ്തേനെ നമ്മള്? കയറിട്ടിട്ട് ഇറങ്ങി അല്ലേ? മൂത്തമ്മ കുടുങ്ങി അല്ലേ? കുഞ്ഞിനെ രക്ഷിക്കാൻ ഇറങ്ങി മൂത്തമ്മ അതിൽ കുടുങ്ങി.
പറഞ്ഞോളൂ ഉമ്മ. മൂത്തമ്മയിൽ കുടുങ്ങി ഇന്നെ രക്ഷപ്പെടുത്തി. ഇറങ്ങി കഴിഞ്ഞപ്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പിന്നെ തിരിച്ചു കയറാൻ പറ്റിയില്ല എന്നൊക്കെ വായിച്ചു. തിരിച്ചു കയറാനില്ല. പിന്നെ കുട്ടിനൊക്കെ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേ പിടിക്കാൻ അതിന്റെ അര വട്ട് കുറവാ. അപ്പൊ നിക്കാൻ പറ്റണില്ല, വിറയല് വരിക. പറയൂ മൂത്തമ്മ. കോണി കെട്ടിട്ടന്നിട്ട് അപ്പൂണ്ടായിരുന്നു. അപ്പൂന്റെ കൈ പിടിച്ചിട്ട് അമ്മ കയറ്റിയെന്ന്. എന്നിട്ട് 2 പടി കയറിയതിന് ശേഷം പിന്നെ ഞാൻ കയറി പോന്നു. ഓ, അങ്ങനെയാണ് കേറിയത്. ഹൈസിൻ, മൂത്തമ്മ സൂപ്പറാ അല്ലേ? എന്നാ ഒരു ഉമ്മ കൊടുത്തേക്ക്. അടിപൊളി. അപ്പൊ അവിടെ പിള്ളേര് നേരത്തെ ഉമ്മയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടോ? ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കേട്ടാ വിറച്ച് നിന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളതിന് തറവാട്ട് കുളത്തിലൊക്കെ കുറെ കുട്ടികളായിട്ട് നീന്തലും കളിക്കലൊക്കെ ഉണ്ട്. നീ പോയിട്ടുണ്ടെങ്കിൽ അല്ല ആ കോളർ പിടിച്ചിട്ട് വലിച്ചു കൊടുത്ത് ഇറക്കം കൊടുത്തിട്ട് 4 കൊടുക്കും. ഓ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണ്, ആദ്യമായിട്ടല്ല അല്ലേ? എന്താണ്? ചെറുപ്പത്തിൽ ഇവർക്കും നീന്തം പഠിപ്പിക്കുമ്പോഴേ മുങ്ങിപ്പോയി ആളെ പിടിച്ചോണ്ടിരും, കോളർ പിടിച്ചോണ്ടിരും. കറക്കം കൊടുത്തിട്ട് 2 കൊടുക്കും. 2 അടിയും കൂടെ കൊടുക്കും. നീന്തല് പഠിപ്പിക്കാറുണ്ടായിരുന്നു ഉമ്മ? പഠിപ്പിക്കാറുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പൊ നീന്തൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അമ്മാവന്റെ മക്കളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? ഓ, ശരി ശരി ശരി. അതെ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ സ്കൂളുകളിലൊക്കെ നീന്തല് പഠനത്തിന്റെ ഭാഗമാക്കണൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നല്ലതാണല്ലേ കുഞ്ഞുങ്ങൾ നീന്തൽ പഠിച്ചിരിക്കണം എന്നാണല്ലേ? ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റിയല്ല. നിന്റെ ജീവൻ കല ഉണ്ടല്ലോ, തല എളുപ്പാവും, നിനക്ക് കിട്ടല എളുപ്പല്ല. ഉമ്മ, ഈ മകൻ ഇത് മകന്റെ മകനാണോ? ബന്ധം എങ്ങനെയാണ്? ഭർത്താവിന്റെ അനുജന്റെ മോളെ കുട്ടിയാ. ഓ, ഭർത്താവിന്റെ അനുജന്റെ മോളെ കുട്ടിയ. നിങ്ങൾ എല്ലാരും കുടുംബമായിട്ട് അടുത്തടുത്ത് തന്നെയാണോ താമസം? ഒപ്പാണ്. ഏട്ടനഞ്ചന്മാരെ വീട് 4 ഒപ്പാണ്. ഒരു പറമ്പില് 4 വീടാ. കുഞ്ഞിന്റെ അമ്മയും അച്ഛനൊക്കെ അറിയണതിന് മുമ്പ് പൊക്കിക്കൊണ്ട് വന്നല്ലേ? അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് കൊച്ചിനെ വിടാം. ഇനി അങ്ങോട്ട് ഉമ്മുമ്മ ഉള്ളിടത്തോളം കാലം ഇനി ഏത് പാതാളത്തിൽ കുഞ്ഞു പോയാലും രക്ഷിച്ചെടുക്കുമെന്നുള്ളതാണ് അല്ലേ? എന്തായാലും ഞങ്ങളുടെ ആശംസകൾ കേട്ടോ. ഇനിയും ഗംഭീരായിട്ട് ഉമ്മുമ്മ ഗംഭീരായിട്ട് നല്ല ആരോഗ്യത്തോടെ വരട്ടെ. എന്താണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം? അയ്യോ, ആണോ? ബുദ്ധിമുട്ടുകളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഓ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ മൂക്കില് ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോ കഫം കൂടുതലാണ്. അപ്പൊ ചെയ്യാൻ പറ്റില്ല. 5 ദിവസത്തിനൂടെ മരുന്ന് നിന്നിട്ട് പോന്നതാ. അപ്പോഴാണ് ഇപ്പൊ ഇത് കിണറ്റി വീണ്. എനിക്ക് വയ്യ, എന്ത് കാര്യമായിട്ടാണ് പറയുന്നതെന്നുള്ളതാണ്. അപ്പൊ ഇനി ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നില്ലേ? അപ്പൊ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നോമ്പല്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു നോമ്പ് കഴിഞ്ഞിട്ട് വന്നാ പോരാ. അപ്പൊ ഇനി ന്യൂമോണിയ ഒക്കെ ആയിട്ട് വരാനാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്നും മുണ്ടില്ല. ഡോക്ടർ അറിഞ്ഞോ ഈ വീരസാഹസിക കഥയൊക്കെ? വാർത്തയിലുള്ളതല്ലേ, എല്ലാരും അറിയാലോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഈ ചാടാൻ പോയപ്പോഴും ഇതൊന്നും ഓർത്ത് കാണൂലല്ലേ? എനിക്ക് വയ്യാത്തിരിക്കുന്നതാണ്. ആണോ? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ആരോഗ്യ പ്രശ്നങ്ങൾ, കൈക്ക് വേന, കാല് വേന, അങ്ങനൊന്നും ഇല്ല? ദിവസം ഭയങ്കര വേദന. കയ്യൊന്നും ഇങ്ങനെ അനക്കാൻ പറ്റാണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും അനക്കാറ്റില്ല, ശ്വാസം ആക്കാൻ പറ്റില്ല. ഇവിടെ വേദനയായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയി അതിന് വേണ്ടിട്ട് പോയി. അപ്പൊ എന്തായാലും എല്ലാ അസുഖങ്ങളും മാറട്ടെ കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ചോദിച്ചു എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞോളൂ, കേട്ടില്ല. എന്താണ്? പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയെന്നറിയാം. ഓ, ശരി, ആയിക്കോട്ടെ. വലിയ സന്തോഷം. ഈ നോമ്പെടുക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഞങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം കേട്ടോ. എന്തോ ആണല്ലേ? ഇന്ന് നോമ്പ്. ശരി ശരി ശരി. അപ്പൊ എല്ലാ അസുഖങ്ങളും മാറട്ടെ ഉമ്മ, ദീർഘായുസായിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ശരി, അപ്പോൾ ഉമ്മയോട് സംസാരിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഇന്നത്തെ ന്യൂസ് 3 നമുക്കിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അതിഥികളും അറിവുമായി കാണാം. നമസ്കാരം.